പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയതിനു ശേഷം അച്ഛനും അമ്മയുടെയും ഒരു ഒപ്പമുള്ള ജീവിതം എന്ന് പറയുമ്പോൾ ചില സമയത്ത് സ്വന്തം ഡിസിഷൻസ്, ഒരു ഫ്രണ്ടിന്റെ കൂടെ ഊണയിക്കാൻ പോകാൻ തന്നെ, ഇതെല്ലാത്തിലും ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മ തോന്നിയിട്ടുണ്ടോ? അതല്ലെങ്കിലും പണ്ടേ എനിക്കുണ്ട്. പണ്ടേ, പക്ഷെ അതൊരു കണക്കിന് നല്ലതാന്ന് തോന്നിയിട്ടുണ്ട്. നാട്ടിലൊരു അങ്ങനെ ഭയങ്കര ഐസ്ക്രീം പാർലറോ അങ്ങനെയൊന്നും ഇല്ലൊരു നാടൊന്നും അല്ല എൻ്റെത്. ഇപ്പൊ ഉണ്ട് കേട്ടോ. അപ്പൊ അന്ന് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഒരു ഐസ്ക്രീം പാർലർ തുടങ്ങുക. അപ്പൊ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കൂടി നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് നേരത്തെ വന്നിട്ട് എല്ലാരും കൂടി പൈസ എടുത്തിട്ട് നമുക്ക് അവിടുന്ന് കഴിക്കാം. അപ്പൊ അത് സ്കൂളിൽ ടൂറിന് അങ്ങനെയൊന്നും എന്നെ വിടാറില്ല. അപ്പൊ ഞാനും ഇങ്ങനെ അമ്മേന്റെ അടുത്ത് പറഞ്ഞു, കടയിൽ നിന്ന് കാണാം, അച്ഛന്റെ ഷോപ്പിലിരുന്ന് ഈ പാർലർ കാണാം, ഐസ്ക്രീം പാർലർ. അപ്പോഴും അമ്മ എൻ്റെ അടുത്ത് പറയുന്നത്, നിനക്ക് എത്ര ഐസ്ക്രീം വേണം, അച്ഛൻ കംപ്ലീറ്റ് വീട്ടിൽ വാങ്ങിച്ചിരുന്നു, ഇവിടെ ഇരുന്ന് കഴിച്ചു, അങ്ങനെ പോയിട്ട് കഴിക്കണ്ട, അച്ഛനും അമ്മേനും കൂടെ വന്നു, അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ടാവും. പക്ഷെ അതൊരു കണക്കിന് അന്നേരം അത് ദേഷ്യം തോന്നും. അപ്പൊ ഞാൻ എപ്പോഴും അങ്ങനെ പറയുമ്പോ അമ്മ പറയും, ഇപ്പൊ നിനക്കിത് മനസ്സിലാവില്ല, നിനക്കൊരു പെൺകുട്ടി ഉണ്ടാവണം, അന്നേരം നിനക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ്. ശരിയാണ്, അത്രത്തോളം ശ്രദ്ധിച്ചത് കൊണ്ടാണ് കുഴപ്പങ്ങളൊന്നും പോയിട്ട് ചാടാതെ. പക്ഷെ ഒരു ഇപ്പൊ സിനിമയില് ആൾക്കാർക്ക് എന്തും പറയാൻ പറ്റും, അനാവശ്യങ്ങളായാലും നല്ല കാര്യങ്ങളായാലും, എന്താ നല്ല ചെയ്താലും നെഗറ്റീവായിട്ട് കാണും. ഇപ്പൊ ഒരു കാവ്യക്കുറ്റി ഒരു നെഗറ്റീവ് കമന്റ് പറയുമ്പോൾ സാധാരണ അച്ഛനമ്മയും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ആസ് എ പേഴ്സൺ കാവ്യ ഇതെങ്ങനെ എടുക്കാറ്? ഏട്ടനോടാണ് ആദ്യം പോയിട്ട് പറയാറ്, ചേട്ടനോട്? ഇല്ല, അമ്മയും അച്ഛനോടും തന്നെയാണ്. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇപ്പൊ ഗോസിപ്പിൾ എന്റെ കൂടെ അച്ഛനും അമ്മയും ഉണ്ടായിട്ടാണ് എന്നെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന ഒരു കുട്ടിയായിരുന്നെങ്കിൽ എന്നെ കുറിച്ച് എന്തൊക്കെ പറയും. ഇതിപ്പോ സിനിമയുടെ രംഗം തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് വെറുതെ വീട്ടിലിരിക്കണവരെ കുറിച്ചിട്ട് പറയും. ഈ തിരക്കിലും ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ആഗ്രഹം എന്തായിരുന്നു? ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹം എന്താന്ന് വെച്ചാല് കുട്ടികൾക്ക് വേണ്ടിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടെന്ന് മാത്രല്ല ചേച്ചി, ഞങ്ങൾക്കും വേണ്ടിയിട്ടും. കാരണം സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളൊരു കാര്യമല്ല, നമ്മൾ തീർച്ചയായിട്ടും സിനിമയിൽ നിന്ന് മാറാം. അപ്പം തീർച്ചയായിട്ടും ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യാന്നുള്ളൊരു, സേഫ് ആക്കി വെക്കുക എന്നുള്ളൊരു ഉദ്ദേശം മെയിൻ ആയിട്ടുണ്ട്. അപ്പൊ അതിന് എന്താണ് ഒരു വഴി എന്നുള്ളത് കുറെ നാളുകളായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഗാർമെന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലരും പല ഇത് പറഞ്ഞു, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡിന്റെ ബിസിനസ്. പക്ഷെ ഇതൊന്നും അച്ഛനൊന്നും അമ്മയ്ക്കാണെങ്കിലും ഒട്ടും പരിചയമില്ലാത്തൊരു മേഖലയല്ല. ഗാർമെന്റ്സ് അച്ഛന്റെ 17 വയസ്സ് തൊട്ട് ഗാർമെന്റ്സിലാണ്. ഞങ്ങളുടെ ഷോപ്പ് അച്ഛൻ തന്നെയാണ്, അച്ഛനെ ഏൽപ്പിക്കായിരുന്നു. അപ്പൊ അന്ന് തൊട്ട് അച്ഛനാണത് നോക്കി നടത്തുന്നത്. പക്ഷെ അതിൽ കൂടുതൽ ഒരു എക്സ്പീരിയൻസ് വേണ്ട, എത്ര വർഷമായിട്ടുള്ള. അപ്പൊ തീർച്ചയായിട്ടും അതിൽ തന്നെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കുട്ടികളുടെ സ്കൂൾ യൂണിഫോമിന്റെ ബിസിനസ്. ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പേരിട്ടു മാഷ്മിക എന്നാണ്. അപ്പം ഇപ്പൊ ഞങ്ങളെപ്പോഴും തിരക്കിലാണ്, ഞങ്ങൾക്കൊന്നും നോക്കാൻ പറ്റില്ല. അപ്പൊ കംപ്ലീറ്റ് നോക്കി നടത്തുന്നത് ഞങ്ങളെ ഡയറക്ടേഴ്സിൽ ഒരാളാണ്, അമ്മയുടെ ചേച്ചിയുടെ മോൻ ഷാനി ചേട്ടൻ, ശ്രീജിത്ത് എന്നാണ് പേര്. പുള്ളിയാണ് ഇത് കംപ്ലീറ്റ് നോക്കി നടത്തുന്നത്. ഇപ്പൊ യൂണിഫോം ഇറക്കി, ഞങ്ങളുടെ ആഗ്രഹം ഇതിന് സൽവാസ് ഇറക്കണം എന്നാണ്. അങ്ങനെ ഓരോരോ പ്രൊഡക്റ്റ് എന്തെങ്കിലുമൊക്കെ അറിയില്ല, ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ ഇത് മാത്രമായിട്ട് ഭയങ്കര മെനക്കെട്ട പണിയാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, എന്നെ ടെൻഷനൊന്നും അറിയിക്കണ്ട കേട്ടോ എന്ന്. എന്താ വെച്ചാൽ അച്ഛനും അമ്മയും ഷാനി ചേട്ടനും എന്താ വെച്ചാൽ ചെയ്തോ, എനിക്ക് ചെറിയ കാര്യം മതി, എന്റെ ശ്രദ്ധ കംപ്ലീറ്റ് അവിടെ ആയിരിക്കും. അപ്പൊ ഞാൻ എത്രയോ ടെൻഷൻ ഇപ്പോഴത്തെ അനുഭവിക്കുന്നുണ്ട് ഷൂട്ടിങ്ങിന്റെ ആയിട്ട്. അതുകൊണ്ട് എന്നെ ഒന്നും, അപ്പൊ എന്നെ കഴിയുന്നത് അവരൊന്നും അറിയിക്കാതൊക്കെയാണ്. എത്ര കട തുടങ്ങിയിട്ട്? 1 വർഷമായിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ സാധാരണ തുടങ്ങി കഴിഞ്ഞാലും അങ്ങനെ നന്നാവാറ് അങ്ങനൊന്നും ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ദൈവം സഹായിച്ചിട്ട്. അത് കുട്ടികൾക്ക് തന്നെ തുടങ്ങിയത് നന്നായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് കുട്ടികളായിട്ടൊരു ബന്ധമുണ്ടല്ലോ. അതായത് ഇപ്പൊ ആരെ കണ്ടാലും താങ്കളുടെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊരു കുട്ടി പിറന്നിരിക്കും, ഇല്ലേ? എന്നാൽ കൊറേ ആൾക്കാർ ഇനി എന്നെ കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലത്തേക്ക് പ്രസൻസ്. ഇല്ലില്ല, അത് ഞങ്ങളുടെ തന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാർക്കൊക്കെ കാവ്യ കണ്ട ശേഷം അത് എനിക്ക് അറിയണ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുന്നത് ഉദാഹരണം പറയേണ്ട ആൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ആ പേര് പറയണ്ട. ആ ചേട്ടനെ കണ്ടാല്, ആ ചേട്ടൻ കല്യാണം കഴിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്തോ ഇങ്ങനെ പറഞ്ഞപ്പോ കല്യാണത്തിന്, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 2 കുട്ടികളുണ്ട്. ഞാൻ പറഞ്ഞു, അയ്യോ ചേട്ടൻ കല്യാണം കഴിഞ്ഞിട്ട് 2 കുട്ടികളുണ്ടോ? അത് ശരി എന്നൊക്കെ പറഞ്ഞിട്ട്, 2 കുട്ടികളേ ഉള്ളൂ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ ഒരു നല്ല ആളോട്ട് അന്ന് കണ്ടിട്ട് കുട്ടികളുടെ കാര്യം ചോദിച്ചു. പിറ്റേ ദിവസം എനിക്ക് ഒരു 3ാമത്തെ കുട്ടി ഉണ്ടായി. അവിടെ പിന്നെ പെട്ടെന്നല്ലേ ഇപ്പൊ പറഞ്ഞ ഉടനെ നാളെ കുട്ടീനെ പ്രസവിക്കാൻ പറ്റും. അപ്പൊ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞു, അതെയോ ഇനിയിപ്പൊ കാണുമ്പോ അടുത്ത കുട്ടി ആവുമോ? അത് എന്തോ പറഞ്ഞതുപോലെ പിന്നത്തെ പ്രാവശ്യം കാണുമ്പോഴേ സാന്ത്വനം ചെയ്യാൻ വേണ്ടി ആലുവ വന്നപ്പോ
താങ്കൾ വന്ന് പോയിട്ട് ഒരു സ്ത്രീ വന്ന് പ്രസവിച്ചു. അതെ. അത് മതി. ഞങ്ങളുടെ ക്യാമറാമാൻ കഴിഞ്ഞ പ്രാവശ്യം കാവ്യ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം, ഇപ്പൊ വൈഫ് ഹോസ്പിറ്റലാണ്. അപ്പൊ എന്തോ കുട്ടികളായിട്ടൊരു ബന്ധമുണ്ട്. അപ്പൊ എന്തായാലും എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്ന കുട്ടികളാണ്. അപ്പൊ യൂണിഫോം ബിസിനസ് തുടങ്ങിയത് എന്തായാലും കുട്ടികളിൽ നിന്നാണ് എന്തും തുടങ്ങുന്നത്. അപ്പൊ കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് അത് പോകുന്നുണ്ട്. ഇനിയിപ്പോ അഭിനയം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കല്യാണമൊക്കെ നോക്കി തുടങ്ങി, എന്താ സംഭവിക്കാന്ന് അറിയില്ല. അപ്പൊ ഇനിയിപ്പോ അതൊക്കെ കഴിയുന്ന ഒരു സമയത്ത് ഒരു ബിസിനസ് പരമായിട്ട് ഞാൻ പോവോന്ന് എനിക്ക് അറിയില്ല. എന്റെ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് എനിക്ക് വീട്ടില് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. പറയാൻ പറ്റില്ല, നാളെ ഇപ്പൊ ഞങ്ങളുടെ കമ്പനി ഒരു നിലയിൽ വരികയാണെങ്കിൽ അതിന്റെ പിറകെ ചിലപ്പോൾ എനിക്കും പോണ്ടി വരും. അതിന്റെ ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഞാനും. കാവ്യക്ക് ഒരു ഉഗ്രം ബിസിനസ് ഞാൻ പറഞ്ഞുതരാം. ക്ലീൻ ചെയ്യാൻ, വീട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഞാൻ തന്നെ ഇറങ്ങേണ്ടി വരും, വേറെ ആരും ചെയ്താലും ഇഷ്ടമാവില്ല. അന്നേരം കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനിയുടെ MD തന്നെ പോയിട്ട് ക്ലീനിങ് ആയിരിക്കും എല്ലാ വീട്ടിലും പോയിട്ട്. സത്യമായിട്ട് ആലോചിക്കാവുന്നതാണ്. അതെ, ആലോചിക്കുന്നത്. കാരണം ആൾക്കാർക്ക് പൊടി തുടയ്ക്കാൻ ഏറ്റവും വൃത്തിയായിട്ടൊരു പരിപാടി വീട്ടില് സെർവൻസിന് കിട്ടുക എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും കിട്ടുകയില്ല. അവരൊക്കെ സെർവൻ്റായിട്ട് ഞാൻ വീഡിയോ എന്നൊക്കെ ചോദിച്ചാൽ വരുള്ളൂ. അതെ, സത്യം. അപ്പൊ എന്തായാലും ഇത്രയും സമയം നമ്മൾ ആദ്യമായിട്ടാ ഇപ്പൊ കാണണം കേട്ടോ. അത് ഒരാൾക്ക് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പ്രയാസം. അത് നമ്മള് എന്നും ഫോണിൽ കൂടെ അല്ലെങ്കിൽ സംസാരിക്കുന്നത്. പിന്നെ ചേച്ചിനെ നമ്മൾ ടിവിയിൽ കണ്ട് കണ്ടെന്ന് പറയാം കേട്ടോ. എനിക്ക് അത്ര പറയാനില്ല. അതല്ല, നമ്മൾ ചില ആൾക്കാരെ നമുക്ക് ഫസ്റ്റിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര അടുപ്പം തോന്നും. ചേച്ചീനെ നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ടിവിയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലത്തെ 10 കൊല്ലമായിട്ട് എനിക്ക് കാവ്യ അറിയണ്ടായിരിക്കും മേ ബി. ഇപ്പൊ നേരിട്ട് ആദ്യമായിട്ട് കാണുമ്പോഴും ഞാൻ കുറെ കഴിഞ്ഞിട്ടാണ് ചിന്തിച്ചത് നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. എന്തായാലും കേരളം കണി കണ്ട് ഉണരാൻ ഇഷ്ടപ്പെടുന്ന ഒരു മുഖമാണ് കാവ്യയുടെ. അത് ഈ മുഖം ഇത്രയും തിളങ്ങി ഇത്രയും നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഈ തിരക്കില് കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നാലും വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇനി ഞാൻ CD ഒക്കെ ഇനി ഒരുപാട് സീരിയൽ ഇറക്കട്ടെ, ഒരുപാട് സിനിമ സംവിധാനം ചെയ്യട്ടെ, സ്വന്തം ശബ്ദം കൊണ്ട് ഡബ് ചെയ്യട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുപാട് സമ്മാനം കിട്ടിക്കുന്ന കഥകളിപ്പദം പാടിയിട്ടല്ലേ? ഒരെണ്ണം ഓർമ്മണെങ്കിൽ പാടുവോ? പാടാം, പക്ഷെ അതിനു മുമ്പ് തന്നെ എനിക്ക് ചൊല്ലുവോ? എന്താ വെച്ചാ എന്നെ ഞാനിപ്പോ പാടാൻ പോണ കഥകളിപ്പദം പഠിപ്പിച്ചിരിക്കുന്നത് രാജലക്ഷ്മി ടീച്ചറാണ്. ടീച്ചർ പഠിപ്പിച്ച പോലെയൊക്കെയാണോ ഞാനിപ്പോ പാടണെന്നുള്ളൊരു ശ്ലോകമൊന്നും എനിക്ക് കറക്റ്റ് ഫുൾ ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുള്ള ശ്ലോകത്തിന്റെ 2 വരി ബാക്കി പാടാം. ഇന്ദുവദനേ വീണെന്തു ചെയ്വൂ കഥനേ അവനേ ചെന്നായോ ബന്ധുഭവനേ ചെന്നായോ. മറന്നു ഒഴിവാക്കി. അയ്യോ.